നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ത്രികോണ മത്സരം പ്രതീക്ഷിക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരത്തെ കാട്ടാക്കട. മൂന്നാം തവണയും മണ്ഡലം ഉറപ്പിക്കാൻ സിറ്റിംഗ് എംഎൽഎ IB സതീഷാണ് ഇത്തവണയും LDF സ്ഥാനാർത്ഥി. UDFന് വേരോട്ടമുള്ള കാട്ടാക്കടയിൽ കന്നിയംഗത്തിനിറങ്ങുന്നത് MR ബൈജുവാണ്. കൈവിട്ടുപോയ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ബൈജു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ മുന്നേറ്റം ഇത്തവണയും പ്രതിഫലിക്കുമെന്നാണ് NDA സ്ഥാനാർത്ഥി PK കൃഷ്ണദാസിന്റെ വിശ്വാസം. കാട്ടാക്കട മണ്ഡലം നിലവിൽ വന്നതിന് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പിൽ UDFനായിരുന്നു വിജയം. പിന്നീട് അങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ ആ കൈസഹായം ജനങ്ങൾ പിൻവലിച്ചു. ഇത്തവണ ത്രികോണ മത്സരം പ്രതീക്ഷിക്കുന്ന മണ്ഡലത്തിൽ കാട്ടാക്കട ആരെ കനിയും? കടുത്ത ത്രികോണ മത്സരത്തിൽ വിജയം ആർക്കെന്ന് മുൻകൂട്ടി നിർണ്ണയിക്കാൻ കഴിയാത്ത തിരുവനന്തപുരത്തെ നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് കാട്ടാക്കടയും. 2011 കോൺഗ്രസ് നേതാവ് N ശക്തൻ ആദ്യമായി മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് നിയമസഭയിലെത്തി. കാട്ടാക്കടയിൽ കരുത്തനായി നിലകൊണ്ട നിയമസഭാ സ്പീക്കറായിരുന്ന N ശക്തനെ 2016 കേവലം 849 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ തറപറ്റിച്ചുകൊണ്ടാണ് CPIM നേതാവ് IB സതീഷ് മണ്ഡലത്തെ ഇടതുപക്ഷത്തേക്ക് ചേർത്തത്. 2021 എത്തിയപ്പോൾ 23,231 വോട്ടുകളുടെ വൻ ഭൂരിപക്ഷത്തോടെ IB സതീഷ് വീണ്ടും കാട്ടാക്കടയുടെ സാരഥിയായി. IBക്കാണ് സാധ്യത കൂടുതലും, പിന്നെ കാര്യങ്ങളൊക്കെ കൂടുതൽ സ്വാധീനമുള്ളതും അയാൾക്കാണ്. ഒരിക്കൽ കൂടി അവർ വരണം. അതായത് നമ്മളെ കാര്യം ഇതോട് മട്ടമാവണം. അതേ നമുക്കുള്ള ആഗ്രഹമുള്ളൂ. IB സതീഷ് പിന്നെ കൈവിട്ടുപോയ സീറ്റ് ഇത്തവണ നേടാൻ MR ബൈജുവിനെയാണ് UDF നിയോഗിച്ചത്. ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന ബൈജുവിനെ മണ്ഡലത്തിൽ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പരമ്പരാഗത വോട്ടുകൾ പോക്കറ്റിലാകുമെന്നും ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുമെന്നും UDF ക്യാമ്പ് പ്രതീക്ഷിക്കുന്നു. MR ബൈജു ജയിക്കും. ബൈജു ജയിക്കാവൂ. ജനകീയനാണ്, എല്ലായിടത്തും ഉണ്ട്. എപ്പോഴും ഒരു ബൈക്കിലങ്ങ് നടക്കുകയായിരിക്കും. വിളിപ്പുറത്തുണ്ട് ഏത് സമയവും. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന കാട്ടാക്കടയിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ആണ് ഒന്നാം സ്ഥാനത്തെത്തിയത്. 47,834 വോട്ടുകളാണ് V മുരളീധരൻ നേടിയത്. അടൂർ പ്രകാശ് രണ്ടാമതും B ജോയ് മൂന്നാം സ്ഥാനത്തേക്കും പിന്തള്ളപ്പെട്ടു. 4,779 വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് V മുരളീധരന് ലഭിച്ചത്. BJP ഇത്തവണ മണ്ഡലത്തിൽ പ്രതീക്ഷ വയ്ക്കുന്നതും തുടർച്ചയായി 4ാം തവണ PK കൃഷ്ണദാസിനെ സ്ഥാനാർത്ഥിയാക്കിയതും ഇക്കാരണങ്ങളാലാണ്. പൊടിപാറുന്ന ഇതാണ് ഇവിടെ കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ മത്സരം. പറയാൻ പറ്റില്ല ആര് ജയിക്കും. PK ജയിക്കും, ഉറപ്പ്. എത്ര ഭൂരിപക്ഷം ഉണ്ടാവും? ഭൂരിപക്ഷം കുറഞ്ഞാലും PK ജയിക്കും. കാട്ടാക്കട, മലയങ്കീട്, മാറനല്ലൂർ, വിളപ്പിൽ, വിളവൂർക്കൽ, പള്ളിച്ചൽ എന്നീ 6 ഗ്രാമപഞ്ചായത്തുകൾ ഉൾക്കൊള്ളുന്നതാണ് മണ്ഡലം. ഇവയിൽ 2 പഞ്ചായത്തുകൾ വീതം 3 മുന്നണിയും ഭരിക്കുന്നു. ഈ കണക്കുകൂട്ടലുകളിൽ വിശ്വാസമർപ്പിച്ചാണ് 3 മുന്നണികളുടെയും പ്രവർത്തനം. വിഷ്ണുവിനും ക്യാമറാമാൻ രതീഷ് കട്ടേലയോടുമൊപ്പം ഹാൻസ് ജോൺ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.